നമസ്കാരം. ഞാനിന്ന് കുറച്ച് ഭക്തിയിലൊക്കെയാണ് കേട്ടോ. അതായത് തുലാമാസത്തിലെ ഷഷ്ഠി വ്രതമൊക്കെ ഞാനും അനുഷ്ഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എല്ലാ വർഷവും അത് എടുക്കാറുണ്ട്. എല്ലാ മാസവും അങ്ങനെ നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് വർഷത്തിൽ വരുന്ന സ്കന്ദഷഷ്ഠി വ്രതം ഞാൻ ഇവിടെ ആണെങ്കിലും അതിൻ്റേതായ രീതിക്ക് അത് അനുഷ്ഠിക്കാറുണ്ട്. ഇന്ന് നമുക്ക് മുരുകൻ്റെ ഇഷ്ട നിവേദ്യമായ പഞ്ചാമൃതം തന്നെ ഉണ്ടാക്കാം. നമുക്കിതിനായിട്ട് കുറച്ച് ഫ്രൂട്ട്സുകൾ ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പഴം വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി. ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡേറ്റ്സും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് വീട്ടിലുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ കരിമ്പൊക്കെ നാട്ടിൽ കരിമ്പൊക്കെ കിട്ടുവാണെങ്കിൽ ചെറിയ പീസുകളായിട്ട് കരിമ്പ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതൊന്നും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ലല്ലോ. ഇങ്ങനെയുള്ള വിശേഷാൽ ദിവസങ്ങളിലൊക്കെയാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള മധുരങ്ങളെല്ലാം റെഡിയാക്കുന്നത്. അതും ഒരു ഭക്തിപരമായ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ എന്തൊക്കെ അർപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ടൊരു മനസ്സ് വരും. ഞാനിപ്പം നാട്ടിലല്ല എങ്കിൽ പോലും ഒരു അമ്പലത്തിൽ പോകാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഒരു പ്രവാസി എന്നുള്ള രീതിക്ക് പറ്റത്തില്ല. എങ്കിലും നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഭഗവാൻ നമ്മളടുത്ത് തന്നെയുണ്ട്. അപ്പോൾ രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി ചെറുതായിട്ടുള്ള ലഘുഭക്ഷണവും പഴവും പാലും അങ്ങനെയൊക്കെ കഴിച്ചു. അരി ആഹാരം കഴിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ഈ 7 ദിവസം അരി ആഹാരം കഴിക്കാറില്ല. നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു നല്ല ഒരു തൃപ്തി തോന്നുന്ന ഒരു സമയമാണല്ലോ ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഫുഡുകളാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബേസിനിലോ അല്ലെങ്കിൽ ഒരു ഉരുളിയിലോ ഇങ്ങനെ എടുത്തിട്ട് അത് മിക്സ് ചെയ്യാം. അപ്പം ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിയിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് ഒരു നല്ല ബലമുള്ള ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും എടുക്കണം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പൊട്ടിച്ച് വെച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ശർക്കര പൊടി കിട്ടും, പാക്കറ്റിൽ വരുന്ന ആ പൊടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ശർക്കര പാണിയാണെങ്കിലും ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. ഞാൻ പാണിയാക്കിയില്ല, ഞാൻ കുറച്ച് ശർക്കര പൊട്ടിച്ചിട്ടാണ് ചേർത്തത്. ഇനി നമുക്ക് നട്ട്സുകളൊക്കെ ആണെങ്കിൽ ഏത് നട്ട്സുകൾ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ആണെങ്കിലും കാഷ്യൂനട്ട് ആണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കാം. ഏലക്കപ്പൊടി അത് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് കിട്ടും. അപ്പോൾ അത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉണക്ക മുന്തിരിങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് ഞാൻ ലാസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിന്. കൂടുതൽ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൂടുതൽ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ നെയ്യൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ നമുക്കിതിൽ കർക്കണ്ട് ചേർക്കാം കേട്ടോ. കർക്കണ്ട് നാട്ടിൽ വെള്ള കൽക്കണ്ടം ഒക്കെ കിട്ടും. അപ്പോൾ ആ കൽക്കണ്ടം അതിൻ്റെ കൂടെ നമ്മുടെ കർപ്പൂരത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അമ്പലത്തിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും ഇതിന്. ഈ പഞ്ചാമൃതത്തിന് അമ്പലത്തിൽ ആ ഒരു പഞ്ചാമൃതത്തിൻ്റെ ടേസ്റ്റ് തന്നെ വരും. അതാണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള അതിപ്പോൾ ഏതെങ്കിലും കുറഞ്ഞു പോയെന്ന് വെച്ച് ഭഗവാൻ ഇഷ്ടപ്പെടാതൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഭഗവാൻ അർപ്പിക്കുമ്പോഴത്തേക്ക് നമുക്കും ഒരു സന്തോഷം. ഭഗവാൻ എന്തും സ്വീകരിക്കും. നമ്മൾ അർപ്പിക്കുന്നതാണ്, നമ്മുടെ മനസ്സാണ് അത് എല്ലാം. ഇവിടെ നിന്നാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ്
നമ്മുടെ ഭക്തിയും. അപ്പോൾ പനങ്കൽക്കണ്ടൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ പഞ്ചാമൃതം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പം ഓക്കെ, ബായ്.